അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഫസീല, ജനറൽ ഫിസിഷ്യൻ, റോയൽ സിറ്റി ക്ലിനിക്. റംലാൻ കരീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ വർഷത്തെ ബ്ലസ്ഡ് മന്തായ റമദാനിലാണ് ഇപ്പോൾ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഈ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഉണ്ടാകും. ആ ചില 2-3 സംശയങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി ഒരു ഡൗട്ട് വരുന്നതാണ്, പ്രമേഹ രോഗികൾക്ക് നോമ്പെടുക്കാവോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഡയബറ്റീസ് പോലുള്ള അസുഖമുള്ള ആളുകൾ നോമ്പെടുക്കുന്നതിൻ്റെ നോമ്പെടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അവർ കഴിക്കുന്ന മെഡിസിൻ, ചിലപ്പോൾ ടാബ്ലറ്റ്സ് ആവാം, ചിലവർ ഇൻസുലിൻ പോലുള്ള ഇഞ്ചക്ഷൻസിലായിരിക്കാം. അപ്പോൾ ഏത് മെഡിസിനാണോ നിങ്ങൾ എടുക്കുന്നത്, ആ മെഡിസിൻ ആ നോമ്പിൻ്റെ സുഹൂറും ഇഫ്താർക്കുമായിട്ട് ആ ഡോസിന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നോമ്പെടുക്കുന്ന സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള ഒരു സിംറ്റംസിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വിറയൽ, ഒത്തിരി ക്ഷീണിതയാവുക, സ്വെറ്റ് ചെയ്യുക, അങ്ങനത്തെ നിങ്ങളുടെ ഷുഗർ ഒത്തിരി ലോ ആയി പോകുന്ന ഒരു കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നോമ്പ് മുറിക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് നിങ്ങളുടെ മെഡിസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആളുകൾ ചോദിക്കുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ്. അതായത് ഈ ഒത്തിരി ആസിഡിറ്റി പോലുള്ള അസുഖമുള്ള ആളുകൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതും തീർച്ചയായിട്ടും നോമ്പെടുക്കാം. കാരണം അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾക്ക് നോമ്പ് കൊണ്ട് ഭയങ്കര പ്രയോജനമാണ് ഉള്ളത്. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഇവർ നോമ്പ് മുറിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില അബദ്ധങ്ങളാണ് ഇവരുടെ ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതലാവാൻ കാരണം. നോമ്പ് മുറിക്കുന്ന സമയത്ത്, അതായത് ഇഫ്താർ ടൈമിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, നോമ്പ് മുറിക്കുന്ന ആ ഇഫ്താറിൻ്റെ ബ്രേക്കിംഗ് ടൈം ഉണ്ടായിരുന്നു, നോമ്പ് മുറിക്കുന്ന സമയം. ആ സമയത്ത് ഒരിക്കലും ഓറഞ്ച്, ലെമൺ അങ്ങനത്തെ ഒത്തിരി ആസിഡിറ്റി പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് കൊണ്ടൊന്നും ഒരിക്കലും നോമ്പ് മുറിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കണം. ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നമ്മൾ. ഇപ്പം ഇഫ്താർ ടു സുഹൂർ ടൈമിൽ ഏകദേശം ഓരോ മണിക്കൂർ വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ആ പകൽ മുഴുവൻ വെള്ളം കുടിക്കാത്തതിനെയും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ആസിഡിറ്റി അല്ല, ഡയബറ്റീസ് അല്ല, മിക്ക അസുഖങ്ങൾക്കും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നോമ്പ് കാലത്ത്, അതായത് റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു അസുഖമാണ് റീനൽ സ്റ്റോൺസ്, അതായത് മൂത്രക്കല്ല്. അപ്പം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഒരു റീനൽ സ്റ്റോൺസ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിന് മെഡിക്കേഷൻ എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് വരാണ്ടിരിക്കാനും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഇവിടെ തണുപ്പാണ്. ഇപ്പോൾ കുവൈത്തിനെ സംബന്ധിച്ച് ഒരു തണുപ്പ് ഏരിയയിലായതുകൊണ്ട് അത്രയ്ക്ക് ഒരു ദാഹത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷെ ചില രാജ്യങ്ങളിൽ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ത്യയിൽ പോലെ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ അത്രയും ആ ഒരു ഇഫ്താർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ ജ്യൂസ് പോലത്തെ ഐറ്റംസ് നമ്മൾ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. അതാണ് അതിന് ഏറ്റവും നല്ല ഗുണമുള്ളത്. കാരണം അതിൻ്റെ ഗുണങ്ങൾ ജ്യൂസ് ആക്കുന്നതിടയിൽ കുറഞ്ഞു പോകും. അപ്പോൾ അത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ ആളുകൾക്ക് വരുന്നൊരു സംശയമാണ്, ഇപ്പം ആൻറ്റിബയോട്ടിക്സ്, പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോമ്പ് എടുക്കുന്നവർ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പം നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് ഇപ്പം മോസ്റ്റ്ലി ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ 1 ടൈം ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കും. അപ്പം ദിവസത്തിൽ 1 എടുക്കേണ്ട ടൈം, അല്ലെങ്കിൽ ദിവസം 2 നേരം എടുക്കേണ്ട ടൈം. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇഫ്താർ കഴിഞ്ഞിട്ടൊന്നും, പിന്നെ സുഹൂർ ടൈമിൽ 1 എടുക്കുക. സപ്പോസ് ചില അസുഖങ്ങൾക്ക് 3 എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നോമ്പ് തുറന്നിട്ട് 1 എടുക്കുക. പിന്നെ രാത്രി ഒരു 10 മണിയാകുമ്പോഴും, പിന്നെ രാവിലെ അത്താഴത്തിൻ്റെ മുമ്പും 1 ആയിട്ട് എടുക്കുക. ഇതാണ് 3 കോമൺ ആയിട്ട് കാണുന്ന ഡൗട്ടുകൾ. പിന്നെ തൈറോയിഡ് പോലുള്ള അസുഖം, ഹൈപ്പോതൈറോയിഡിസം, ഇവർക്ക് മെഡിക്കേഷനൊക്കെ എപ്പോൾ എടുക്കുക എന്നുള്ളതുണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിന്, അതായത് തൈറോയിഡ് അസുഖത്തിൻ്റെ ആളുകൾക്ക് മെഡിസിൻ ഒന്നില്ലെങ്കിൽ സുഹൂർ ടൈമിൻ്റെ രാവിലെ എടുക്കാം, അല്ലെങ്കിൽ ഇഫ്താർ ബ്രേക്ക് ചെയ്ത ഉടനെ എടുത്തിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാലും മതി.